അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. ഇത്തിരി ലാഗിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മൾ ഒറിജിനൽ മൈൻക്രാഫ്റ്റ് കയറ്റിയിരിക്കുന്നു ഗൈസ്. അന്ന് 29 റുപ്യ ഉണ്ടായിരുന്നല്ലോ അത് മൈൻക്രാഫ്റ്റിൽ പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അത് കയറ്റി. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവാണ്. നമ്മൾ ഇത്തിരി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ വീടൊക്കെ ഉണ്ടാക്കി. ഇത് കൂടാണ്ട് തന്നെ നമ്മളെ സ്പോണിലൊരു ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു മണ്ടത്തരം ചെയ്ത് വെച്ചാണ് അത്. വില്ലേജ് അടുത്തുണ്ട് വിചാരിച്ചു നോക്കണു. കുറേ ദൂരെ പോയപ്പോഴാണ് വില്ലേജ് കണ്ടെത്തിയത്. എന്നിട്ട് വില്ലേജർ ബ്രീഡർ ഈ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് വില്ലേജർ ബ്രീഡർ. ഇങ്ങനെ ഇറങ്ങാം, ഇങ്ങനെ പിന്നെ അതിൽ കൂടെ തന്നെ കയറാവുന്നതാണ്. ഇത് രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ടിരിക്കുന്നത്. ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇതിന് ആകെ 2 ഉണ്ടായിരുന്നു. ഇതിന് ഇവിടെ ഇതിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിനെ പിടിച്ചിട്ട് വന്നത്. എൻ്റെ ടെക്നോളജിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റെപ്പ് പോലെ സ്റ്റെയർ കേസ് പോലെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ 2-3 പോർട്ടലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വില്ലേജ് ലൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ മരത്തിൽ ഡെക്കറേറ്റ് ഇത്തിരി വുഡ് കൂടി വേണം. ബെഡ് ഉണ്ടാക്കാനാണ്. 5 ബെഡാണ് തൽക്കാലത്തേക്ക് നമ്മൾ വെച്ചെടുക്കുന്നത് ബ്രീഡറിൽ. തന്നെ ഈ വീഡിയോ തന്നെ ഫാം ഉണ്ടാക്കും. അത് പറഞ്ഞാൽ തൽക്കാലത്തേക്കൊരു ഫാം. പിന്നെ എന്തായിരുന്നു, വില്ലേജർ ബ്രീഡറിൻ്റെ ഒരു കാര്യങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇത്തിരി മോശമാണ് വയസ്സൊക്കെ. കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് അതാണ്. നിങ്ങൾ എന്തേലും സർവറൊക്കെ തുടങ്ങാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാവരും വരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞെല്ലാം ഒരുമാതിരി ആരും വരുന്നില്ല. ഇപ്പോൾ ഞാനും മലയാളി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സർവർ എന്തായാലും നടക്കില്ല തോന്നുന്നു. ഈ സീസൺ കുറേ ദിവസം തുടർന്ന് പോകാനാണ്, 2-3 മാസം തന്നെ തുടർന്ന് പോകാനാണ് സാധ്യത. അഥവാ സർവർ തുടങ്ങാൻ ഒരു സീസണായിട്ട് തുടങ്ങുള്ളൂ. പിന്നെ നമ്മൾ അതിന് വില്ലേജിൽ ബെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ കയറാം. ഇനി ഇതുങ്ങൾക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ ഒരു ചെറിയൊരു ഫാം വേണം. ആ ഫാമും കൂടി റെഡി ആയിട്ടാണ് ഇത് പറ്റുള്ളൂ. ഓടിക്കളിക്കുന്ന എല്ലാം ഒരു ദിവസമായിട്ട് ഇറങ്ങിയിട്ട് ഞാൻ കുറേ ദിവസം ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നത്. അത് പറഞ്ഞാൽ ഉറങ്ങാൻ സമ്മതിക്കുന്നത്. ഇത് എത്ര ദിവസം ഓടിച്ചാടി കളിക്കുന്നു അതിൻ്റെ ഉള്ളിൽ. ഇതാണ് വില്ലേജ്. ഇത് മറ്റു സാധനങ്ങൾ ഇത് പ്ലെയിൻസ് വില്ലേജാണ്. 2 ബയോമും കൂടി ചേർന്നതാണ് നമ്മുടെ വീട് നിൽക്കുന്നത്. നമ്മളെ ചെസ്റ്റിൽ മറ്റേ ഗോൾഡൻ ക്യാരറ്റൊക്കെ ഉണ്ട്. അത് അവിടെ നിന്ന് കിട്ടിയ ചോദിച്ചാൽ അത് കിട്ടിയത് പോർട്ടൽ ലൂട്ട് ചെയ്തിട്ടാണ്. പോർട്ടൽ പറഞ്ഞാൽ മറ്റേ നെതർ പോർട്ടൽ പോലത്തെ ഒരു ഫുള്ളും ഒരുമാതിരിയാക്കി ലാവ ആക്കുക സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തില്ലേ, അതിൻ്റെ മുക്കിലൊരു ചെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് പോയി എടുത്തതാണ്. രാത്രിയായി, ഉറങ്ങിക്കട്ടെ. രാത്രി വരെ. ഇതാണ് നമ്മുടെ
സൺസെറ്റ് എന്താ ഭംഗി. അതുകൊണ്ടാണ് വീട് ഇങ്ങനെയൊക്കെ പണിതത്. ഇവിടെ നിന്ന് ചത്താൽ കുറേ ദൂരം പോയി സ്പോണാവേണ്ടി വരും. പിന്നെ അവിടുത്തെ ഒരു ബിൽഡുണ്ട്, അത് മലയാളിയുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ ചാനലിൽ തന്നെ അതെന്തായാലും വരിക. നമുക്ക് ഈ ട്രീ ഒന്ന് ഇത്തിരി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ കളർ ഡൈ ആക്കാൻ വേണമെങ്കിൽ. ഇനി എനിക്ക് കുറേ ഫാമുകൾ തന്നെ തുടങ്ങും. കുറേ ഫാമുകൾ, ആട് ഫാം, പശു ഫാം, അങ്ങനെ കുറേ ഫാമുകളൊക്കെ ഉണ്ടാവും. നമുക്ക് മറ്റേ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഫിഷിങ് ചെയ്തിട്ടാണ് ആൾക്ക് കിട്ടിയത്. ഞാൻ പിന്നെ ഇതിലൊക്കെ കയറിയ ഫുള്ള് ഫിഷിങ് ആയിരിക്കും. പിന്നെ ഫിഷിങ്ങിന് ഞങ്ങൾക്ക് കുറേ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫിഷിങ്ങിന് അതിന് തന്നെ കുറേ മീൻ ഫുഡിന് ഉപയോഗിക്കുക, ഫ്രൈ ആക്കിയ നല്ല ഹങ്കർ ബാർ കൂടെ സഹായിക്കും പെട്ടെന്ന്. ഞങ്ങൾക്ക് ഫാം ഉണ്ടാക്കണം. ഞാൻ തൽക്കാലത്തേക്ക് ക്യാരറ്റും ബീട്രൂട്ടുമാണ് കിട്ടിയിട്ടുള്ളൂ. അത് വെച്ചിട്ട് ഒപ്പിക്കണം. ഇനി മറ്റേ ഒരു ലെവൻ വരുമല്ലോ, അവൻ്റെ കയ്യിൽ നിന്ന് 2 കുതിരനെ പിടിച്ചിട്ട്, ഒട്ടകത്തിനും പിടിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പൊട്ടാറ്റോ കിട്ടുകയാണെങ്കിൽ അതും മേടിക്കണം. വെള്ളം എടുക്കാൻ പറഞ്ഞു, അതിനെടുക്കട്ടെ. ബക്കറ്റ് ഇല്ല തോന്നണം. ബക്കറ്റ് ഉണ്ട്, വെള്ളമുണ്ട്. അതും എടുത്തിട്ട് പോകണം. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ കുഴിയുണ്ട്, അതിലൊക്കെ വീണ ഒന്നാവില്ല. ഈ പന്നിക്ക് എന്താ കാര്യം അറിയാം, അടിച്ചോട്ടിക്കുക പന്നിനെ. 1 2 3 4 ബ്ലോക്ക് ഇട്ടിട്ടാണ് ഹോയം കൊണ്ട് മണ്ണ് ചെത്താണത്. നൈറ്റായ ഇല്ല, നൈറ്റൊന്നും ആയില്ല. നൈറ്റായ സോംബി വരും. എനിക്ക് സോംബി പറഞ്ഞാൽ മറ്റേ സംഭവമില്ലേ, ഈ ചൂണ്ട വീടുന്ന അപ്പോൾ സ്പൈഡറിനെ കൊല്ലണം. അതിനു വേണ്ടി അത്യാവശ്യ കാര്യത്തിന് മാത്രമേ ഞാൻ നൈറ്റിന് എന്താക്കുള്ളൂ. പിന്നെ വേറൊന്നും ഞാൻ നൈറ്റിൽ അത്യാവശ്യമായിട്ട് ചിലവഴിക്കാറില്ല. ഞങ്ങൾക്ക് എക്സ്ട്രാ ഹോയം കൂടി ഉണ്ടാക്കി വെക്കാം. ഈ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ബിൽഡ് ഞാൻ മറ്റേ സാധനം കണ്ടിരുന്നു. സുധീൻ്റെ വീഡിയോയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ ഒരു എഫക്റ്റൊക്കെ കിട്ടുന്നത്, ബ്ലോക്കൊന്നും പൊട്ടിക്കാൻ പറ്റാത്ത ആ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് പോയി നോക്കണം. ഈ ഫാമൊന്ന് ഈ വേൾഡ് ഒന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടാണ് അതൊക്കെ ചെയ്യും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് എന്നിട്ട് ബാക്കിയുള്ള ക്യാരറ്റൊക്കെ ആ വില്ലേജേഴ്സിന് കൊണ്ടുകൊടുക്കുക. എന്തൊക്കെയാ കിടക്കണാവാം. ട്രേഡിങ് ഹാള്, അങ്ങനെ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്യണം. ട്രേഡ് സെറ്റ് ചെയ്ത പിന്നെ ആർമർ. ഞാൻ പിന്നെ ഈ ഓഫ് ക്യാമറയിൽ കുറേ മൈനിങ് ചെയ്യും, ഓരോ ഫാമിങ് ചെയ്യും. ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറയും, ഞാൻ മറക്കും. അതുകൊണ്ടാണ് ഈ 2 വീഡിയോ, ബ്രീഡർ ഈ ബേസ് സെറ്റ് ചെയ്യുന്ന വീഡിയോ
ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ബ്രീഡ് ആവുന്നുണ്ട് കേട്ടോ. ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുഴ. നമ്മുടെ ബൂട്ട് ദ ഗോൾഡ് ആർമറല്ല, ഈ 2 തുണികൾ ഒക്കെ കിട്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.